ദക്ഷിണ കൊറിയയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ കണ്ട് കിം ജോങ് ഉൻ ചിരിക്കുകയാണ്. വർഷങ്ങളായി അയാൾ കരുക്കൾ നീക്കിയത് ഇതിനു വേണ്ടിയായിരുന്നു. എല്ലാവിധ പ്രൗഢിയോടും കൂടി ലോകത്ത് തലയുയർത്തി നിൽക്കുന്ന ദക്ഷിണ കൊറിയയെ മുച്ചോട് മുടിപ്പിക്കാനുള്ള ഉത്തര കൊറിയയുടെ പദ്ധതികളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ നടന്നത്. ഇനിയും പലതും സംഭവിക്കാനുണ്ട്. ദക്ഷിണ ഉത്തര കൊറിയൻ അതിർത്തി സംഘർഷം പുകയുന്നതിനിടെ ദക്ഷിണ കൊറിയയിൽ ഇപ്പോൾ ആഭ്യന്തര കലഹം ആളിക്കത്തുകയാണല്ലോ. രാഷ്ട്രീയ അപലപനത്തിനോടൊപ്പം വൻ പ്രതിഷേധത്തിനും കാരണമായ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ സൈനിക നിയമം ചുമത്താനുള്ള ഹ്രസ്വകാല നീക്കം ഒടുവിൽ കലാശിച്ചിരിക്കുന്നത് പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ തന്നെ രാജിക്കായുള്ള മുറവിളിയിലാണ്. ദക്ഷിണ കൊറിയയിൽ 4 പതിറ്റാണ്ടിനിടെ ഇതാദ്യമായിട്ടാണ് സൈനിക നിയമം ഏർപ്പെടുത്തുന്നത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ പ്രസിഡന്റ് യൂൻ സുക് യോളിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തര കൊറിയയുമായി ചേർന്ന് രാജ്യത്ത് കലാപാഹ്വാനം ചെയ്യുന്നവരെ പാഠം പഠിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ നീക്കം ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 6 മണിക്കൂറിനുള്ളിൽ പിൻവലിച്ചുവെങ്കിലും കലുഷിതമായ ദക്ഷിണ കൊറിയയുടെ അവസ്ഥ കണ്ട് ഉത്തര കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉൻ ഊറിച്ചിരിക്കുന്നു. ചൊവ്വാഴ്ച രാത്രി YTN ടെലിവിഷനിൽ നടത്തിയ അടിയന്തര ദേശീയ പ്രസംഗത്തിൽ നാണം കെട്ട ഉത്തര കൊറിയൻ അനുകൂല രാഷ്ട്രവിരുദ്ധ ശക്തികളെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോൾ രാജ്യത്ത് സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പ്രതിപക്ഷം ഉത്തര കൊറിയയോട് ആഭിമുഖ്യം പുലർത്തിയെന്നായിരുന്നു യുയോൾ പറഞ്ഞത്. സമാന്തര സർക്കാർ ഉണ്ടാക്കി പ്രതിപക്ഷം ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും ഇതിനായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുവെന്നും ഇത് ചെറുക്കാനായി പട്ടാള ഭരണം നടപ്പാക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ അവിടെ മുതൽ യൂനിന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. പട്ടാള നിയമ പ്രഖ്യാപനത്തിന് പിന്നാലെ രാത്രി സൈന്യം പാർലമെന്റ് വളഞ്ഞു. പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ നാടകങ്ങൾക്കിടെ സൈനിക ഭരണം നിരസിച്ച് പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്യുകയും ചെയ്തു. യൂനിന്റെ ഈ നടപടി ഉത്തര കൊറിയൻ പിന്തുണക്കാർക്ക് നല്ല അവസരമാണ് നൽകിയത്. യൂൻ ഏകാധിപതിയാണെന്നും രാജ്യത്ത് കമ്മ്യൂണിസം പുലരണമെന്നും കൊറിയക്കാരോട് പറയാനും അദ്ദേഹത്തിന്റെ രാജി ദക്ഷിണ കൊറിയയുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുമെന്ന് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ ഒരവസരമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു ഇവർ. ഇതോടെ യൂനിനെതിരെ ദക്ഷിണ കൊറിയയിലെ ജനങ്ങൾ നേരിട്ട് രംഗത്തെത്തി. യൂനിന്റെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്ത ജനത ഉടനെ രാജി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. പ്രതിഷേധം സങ്കീർണമായതോടെ ഗത്യന്തരമില്ലാതെ വന്ന യൂനിന്റെ നിയമം പ്രഖ്യാപിച്ച് 6 മണിക്കൂറിനുള്ളിൽ തന്നെ പട്ടാള നിയമം പിൻവലിക്കേണ്ടതായി വന്നു. എന്നാൽ അവിടം കൊണ്ടൊന്നും കാര്യങ്ങൾ നിന്നില്ല. സർവരെയും ഞെട്ടിച്ച ആ പ്രഖ്യാപനവും തുടർന്നുള്ള പിൻവലിക്കലുമെല്ലാം 2022 പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട യാഥാസ്ഥിതിക രാഷ്ട്രീയക്കാരനും മുൻ സ്റ്റാർ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ യൂനിന്റെ ഭാവി അക്ഷരാർത്ഥത്തിൽ അപകടത്തിലാക്കിയിരിക്കുകയാണ്. ഉടൻ പുറത്തു പോകുക അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് നേരിടുക എന്ന മുദ്രാവാക്യവുമായി ജനങ്ങൾ സംഘടിച്ചതോടെ യൂനിന്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലായിരിക്കുകയാണ്. വിപ്ലവ ശ്രമത്തെ തുടർന്ന് അമർഷം കനക്കുന്ന 300 സീറ്റുകളുള്ള ദക്ഷിണ കൊറിയൻ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള പ്രധാന പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് പദവിയിൽ നിന്ന് യൂൻ സുക് യോൾ ഉടൻ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. അല്ലാത്തപക്ഷം ജനങ്ങളുടെ ഇച്ഛയ്ക്ക് അനുസൃതമായി അവർ യൂനിനെ ഉടനെ തന്നെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കുമെന്നും പറയുന്നു. പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ സൈനിക നിയമ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ മണ്ടത്തരമാണെന്ന് മാത്രമല്ല ഭരണഘടനയുടെ വ്യക്തമായ ലംഘനം കൂടിയായിരുന്നു അത്. കൂടാതെ അത്തരമൊരു പ്രഖ്യാപനത്തിൽ പാലിക്കേണ്ട വ്യവസ്ഥകളൊന്നും തന്നെ അദ്ദേഹം പാലിച്ചതുമില്ല. ഇതൊരു വലിയ കലാപത്തിലേക്കാണ് രാജ്യത്തെ നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റ് എന്തുകൊണ്ടും അനിവാര്യമാണെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി തങ്ങളുടെ പ്രസ്താവനയിൽ അറിയിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ കുടനിർമ്മാണ തൊഴിലാളി യൂണിയനും യൂൻ രാജിവെക്കുന്നതുവരെ അനിശ്ചിതകാല പൊതുമണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ യൂണിനായി പ്രവർത്തിക്കുന്ന മുതിർന്ന സഹായികൾ സൈനിക നിയമ പ്രഖ്യാപനത്തിന് പിന്നാലെ കൂട്ടത്തോടെ രാജിവെക്കാൻ തീരുമാനിച്ചതായും യോൺ ഹാപ്പിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാജ്യദ്രോഹ കുറ്റം വരെ നേരിടുകയാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് എന്നതാണ് മറ്റൊരു കാര്യം. യൂനിനെ ഇംപീച്ച് ചെയ്യാനും രാജ്യദ്രോഹ കുറ്റം ചുമത്താനും ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ മന്ത്രിക്കും സുരക്ഷാ മന്ത്രിക്കുമെതിരെ കേസെടുക്കണമെന്നുമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആവശ്യം. ഈ സാഹചര്യത്തിൽ യൂനിനെ ഇംപീച്ച് ചെയ്യാൻ ദക്ഷിണ കൊറിയൻ പാർലമെന്റ് വോട്ട് ചെയ്താൽ പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുക എന്നതിൽ ലോകം ആകാംക്ഷയിലുമാണ്. ആകെ മൊത്തം 300 സീറ്റുകളുള്ള ദക്ഷിണ കൊറിയൻ പാർലമെന്റിൽ 192 സീറ്റുകളും നിയന്ത്രിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഭരണകക്ഷി പാർട്ടികളും അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തിൽ അസംതൃപ്തരാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അവർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ചില നിയമനിർമ്മാതാക്കൾ കൂടി പ്രതിപക്ഷ ആഹ്വാനത്തിൽ പങ്കുചേർന്നാൽ അത് ആവശ്യമായ 3-ൽ 2 ഭൂരിപക്ഷം നേടാൻ അവരെ സഹായിക്കും. ഇപ്രകാരം യൂനിനെ ഇംപീച്ച് ചെയ്യാൻ ദേശീയ അസംബ്ലി വോട്ട് ചെയ്യുകയാണെങ്കിൽ ഭരണഘടനാ കോടതിയിലെ 50 ജഡ്ജിമാരിൽ 6 പേരെങ്കിലും തീരുമാനം ശരിവെക്കണം. അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണെങ്കിൽ രാജ്യം ജനാധിപത്യ രാജ്യമായതിനു ശേഷം ആ വിധി നേരിടുന്ന രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായി യൂൻ മാറുകയും ചെയ്യും. 2017 പാർക്ക് ഗ്യൂൻ ഹൈയെ നീക്കം ചെയ്തത് ഇപ്രകാരം തന്നെയാണ്. എന്തുകൊണ്ടാണ് യൂൻ
പട്ടാള നിയമം ഏർപ്പെടുത്തിയത് എന്നുകൂടി ഞാൻ പറയാം. വടക്കൻ രാജ്യങ്ങളുടെയും ആണവായുധ ഭീഷണി ഉയർത്തുന്ന ഉത്തര കൊറിയയുമായി സാങ്കേതികമായി യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിലാണ് യുഎന്നിന്റെ ഈ നീക്കം. നമ്മുടെ ദേശീയ അസംബ്ലി കുറ്റവാളികളുടെ സങ്കേതമായി മാറിയിരിക്കുന്നു. നിയമനിർമ്മാണ സ്വേച്ഛാധിപത്യത്തിന്റെ ഒരു ഗുഹയായി അത് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളെ സ്തംഭിപ്പിക്കാനും നമ്മുടെ ലിബറൽ ജനാധിപത്യ ക്രമത്തെ അട്ടിമറിക്കാനും ശ്രമിക്കുന്നു എന്നാണ് സൈനിക നിയമ പ്രഖ്യാപനത്തിന് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞത്. ദക്ഷിണ കൊറിയൻ ഡെമോക്രാറ്റിക് പാർട്ടിയെ അദ്ദേഹം ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾ എന്നാണ് മുദ്രകുത്തിയത്. ഉത്തര കൊറിയയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന വികസിത രാജ്യമാണ് ഈ ദക്ഷിണ കൊറിയ. ഉത്തര കൊറിയയിൽ ദക്ഷിണ കൊറിയയെക്കുറിച്ച് നിരവധി നിറം പിടിപ്പിച്ച കഥകളാണ് പ്രചരിക്കുന്നത്. ദക്ഷിണ കൊറിയ എന്ന നരകത്തെക്കുറിച്ച് ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പഠിച്ച പണി 18 ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉത്തര കൊറിയയുടെ പരമാധികാരി കിം ജോങ് ഉൻ. എന്നാൽ ഉത്തര കൊറിയയുടെ അതിർത്തി താണ്ടി ദക്ഷിണ കൊറിയയിലേക്ക് എത്തിപ്പെട്ടവരാരും തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ആ നീലാകാശത്തു നിന്ന് ഉന്നിന്റെ ആജ്ഞകൾ എതിർവാക്കി മറുവായില്ലാതെ വിഴുങ്ങുന്ന രാജ്യത്തെ അടിമകളാകാൻ തയ്യാറായിട്ടില്ല. ഏകാധിപത്യത്തിന്റെ സമകാലിക രൂപമായ കിം ജോങ് ഉന്നിന്റെ മനസ്സിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്ന കരടായിരുന്നു ദക്ഷിണ കൊറിയയുടെ ഈ വളർച്ച. ലോകരാജ്യങ്ങൾ ഉത്തര കൊറിയയുടെ പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കുന്നത് പോലും ദക്ഷിണ കൊറിയയുടെ അഭിവൃദ്ധി ഒന്നു മാത്രം എടുത്താണ്. അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിയായ ദക്ഷിണ കൊറിയയ്ക്ക് ഒരു കൊട്ടു കൊടുക്കണമെന്ന് കിം കണ്ട സ്വപ്നമാണ് ഇപ്പോൾ എന്തായാലും നടക്കാൻ പോകുന്നത്. എന്താണ് കിമ്മിന് ദക്ഷിണ കൊറിയയോട് ഇത്ര പ്രശ്നം? ഏഷ്യ വൻകരയുടെ കിഴക്ക് ഭാഗത്ത് കൊറിയൻ ഉപദ്വീപിലുള്ള രാജ്യമാണ് ഈ ദക്ഷിണ കൊറിയ. ഔദ്യോഗിക നാമം റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നാണ്. 1945 വരെ കൊറിയൻ ഉപദ്വീപ് ഒറ്റ രാജ്യമായിരുന്നു. അതിനുശേഷമാണ് ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടത്. ഉത്തര കൊറിയയുമായി മാത്രമാണ് ഈ രാജ്യം കരാതിർത്തി പങ്കിടുന്നത് പോലും. ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി സമുദ്രാതിർത്തിയുമുണ്ട്. 1910 മുതൽ 1945 വരെ ജപ്പാന്റെ അധീനതയിലായിരുന്നു കൊറിയ. യുദ്ധങ്ങളും സൈനിക ഭരണങ്ങളും ഭരണഘടനാ പ്രതിസന്ധികളും ഏറെ കണ്ട ഈ രാജ്യം പക്ഷേ ഇവയൊക്കെ അതിജീവിച്ചുകൊണ്ട് പുരോഗതിയിലേക്കുള്ള കുതിപ്പിലാണ്. ആഭ്യന്തര ഉൽപാദന കണക്കിൽ 10ാം സ്ഥാനത്താണ് ദക്ഷിണ കൊറിയയുടെ സ്ഥാനം. സാങ്കേതിക വിദ്യയിൽ അതിവേഗം കുതിക്കുന്ന ഈ രാജ്യം കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണുകൾ എന്നിവയുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനക്കാരുമാണ്. വികസന കുതിപ്പിൽ ദക്ഷിണ കൊറിയ കൈവരിക്കുന്ന ഈ പുരോഗതിയാണ് കിമ്മിന് ചൊടിപ്പിക്കുന്ന പ്രധാന ഘടകം. 2ാം ലോക മഹായുദ്ധകാലത്തിൽ ജപ്പാൻ കീഴടങ്ങിയതോടെ 1945 സെപ്റ്റംബർ 8-ന് അമേരിക്കൻ സൈന്യം ദക്ഷിണ കൊറിയയിൽ പ്രവേശിക്കുന്നു. പട്ടാള ഭരണകൂടം സ്ഥാപിച്ചു. എന്നാൽ ഓഗസ്റ്റ് 15-ന് തന്നെ റിപ്പബ്ലിക് ഓഫ് കൊറിയ ഔദ്യോഗികമായി നിലവിൽ വന്നിരുന്നു. താൽക്കാലിക സർക്കാരിനു ശേഷം 1948 ഏപ്രിൽ 10-ന് തെരഞ്ഞെടുപ്പ് നടത്തുകയും ജൂലൈ 17-ന് നാഷണൽ അസംബ്ലി രൂപവൽക്കരിക്കുകയും ചെയ്തു. രാഷ്ട്രീയ അനിശ്ചിതത്വവും പട്ടിണിയും അശാന്തിയും നിറഞ്ഞതായിരുന്നു രാജ്യത്തിന്റെ അന്നത്തെ സ്ഥിതി. സിങ്മൻ റീ ആയിരുന്നു ആദ്യ പ്രസിഡന്റ്. കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചൊതുക്കിയും ജനകീയ പ്രക്ഷോഭങ്ങളെ നിർദ്ദയം നേരിട്ട് കൊണ്ടുമാണ് റീ ഭരിച്ചത്. 1950 മെയ് 30-ന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രർക്കാണ് ഭൂരിപക്ഷം ലഭിച്ചത്. ജൂൺ 25-നാകട്ടെ കൊറിയൻ യുദ്ധവും പൊട്ടിപ്പുറപ്പെട്ടു. 1950 ജൂൺ 25-ന് ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയെ ആക്രമിച്ചതോടെയാണ് കൊറിയൻ യുദ്ധം ആരംഭിക്കുന്നത്. ശീതയുദ്ധ കാലഘട്ടത്തിലെ ആദ്യത്തെ വലിയ പോരാട്ടമായിരുന്നു അത്. 1953 വരെ അത് തുടർന്നു പോന്നു. ഉത്തര കൊറിയൻ സൈന്യം രാജ്യത്തെ ആകെ ഏകീകരിക്കുമെന്ന് വ്യക്തമാക്കിയപ്പോൾ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെടാൻ യുഎന്നിനെ അനുവദിച്ചു. സോവിയറ്റ് യൂണിയനും ചൈനയും ഉത്തര കൊറിയയെ പിന്തുണച്ച് രംഗത്തെത്തി. പിന്നീട് ദശലക്ഷക്കണക്കിന് ചൈനീസ് സൈനികരുടെ പങ്കാളിത്തത്തോടെ യുദ്ധം നടന്നു. സോവിയറ്റ് യൂണിയൻ ഉത്തര കൊറിയയ്ക്ക് വ്യോമ പിന്തുണ നൽകുകയും ചെയ്തു. 1950 ജൂൺ 25-ന് ആരംഭിച്ച യുദ്ധം 1953 ജൂലൈ 27-ന് സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതോടെ അവസാനിക്കുകയും ചെയ്തു. അപ്പോഴേക്കും 2 രാജ്യങ്ങളും 2 പ്രത്യയശാസ്ത്രങ്ങൾ പിന്തുടർന്നവരായി മാറിപ്പോയിരുന്നു. പിന്നീട് ദക്ഷിണ കൊറിയ വളർന്നുകൊണ്ടിരുന്നു. അമേരിക്ക ആ വളർച്ചയിൽ വേണ്ട പിന്തുണയെല്ലാം നൽകി. എന്നാൽ ഉത്തര കൊറിയയോ? കമ്മ്യൂണിസം എന്ന പേരിൽ അവിടെ നടപ്പിലാക്കുന്നത് സ്വേച്ഛാധിപത്യം മാത്രമാണ്. മതമില്ലാത്ത രാഷ്ട്രത്തിൽ ഇന്നവർ പിന്തുടരുന്നത് കിം ജോങ് ഉൻ എന്ന ദൈവത്തെയാണ്. പാശ്ചാത്യ ലോകത്തു നിന്നും അകന്ന് ജീവിച്ചുകൊണ്ട് അവരിപ്പോൾ കഴിയുന്നതാകട്ടെ 19-ാം നൂറ്റാണ്ടിലും. കരിഞ്ചന്തയിൽ വിൽപ്പനയ്ക്കെത്തുന്ന ദക്ഷിണ കൊറിയൻ സിനിമാ സംഗീതങ്ങളാണ് അവർക്ക് മുന്നിലെ മറ്റൊരു ലോകം. ഇത്രയൊക്കെ മതിയല്ലോ കിമ്മിന് നീരസം തോന്നാൻ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തുതന്നെയായാലും കമന്റ് ചെയ്യൂ. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.